ഹലോ, ഇന്ന് കാണിക്കുന്നത് ഈ ഡ്രസ്സിൻ്റെ നെക്കിൻ്റെ പാർട്ട് എങ്ങനെ ഡിസൈൻ ചെയ്തെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു 3.5 വയസ്സായ കുട്ടിക്കാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിന് 1.5 മീറ്റർ നെറ്റ് ക്ലോത്തും ഗ്ലേസിംഗ് ഉള്ള നെറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ലൈനിങ് 1 മീറ്ററാണ് എടുത്തത്. പിന്നെ ലേസും പേളുമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ആദ്യം ഞാൻ ലൈനിങ് ആണ് കട്ട് ചെയ്തത്. ഞാൻ ലൈനിങ് 4 മടക്കിയതിന് ശേഷം ഷോൾഡർ 4 ആണ്, 4ൻ്റെ ഇരട്ടി 8 ആണ് എടുക്കേണ്ടത് അവിടെ പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ആം ഹോൾ 2 ഇഞ്ചാണ് എടുത്തത്, കാരണം ബാക്കി ലേസാണ് നെക്കിൻ്റെ പാർട്ടിൽ വരുന്നത്. പിന്നെ കുറച്ച് നെക്കിൻ്റെ സെൻറ്ററിൽ 1 ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തിയിട്ട് അടയാളത്തുമ്പോൾ കൂട്ടിയാണ് വെട്ടൽ, കാരണം കുറച്ച് കർവിലാണ് അവിടെ കിടക്കുന്നത്. പിന്നെ ലേസിൻ്റെ പാർട്ട് ഒഴിവാക്കിയിട്ട് ബാക്കി അതിൻ്റെ ലെങ്ത്ത് 23 ആണ് വേണ്ടത്. 22 ആണ് ഞാൻ ലൈനിങ് എടുത്തത്. 23 നെറ്റാണ് എടുക്കേണ്ടത്. പിന്നെ അടിഭാഗത്തെ വിടത്തിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അംബ്രല്ല കട്ടിങ്ങിൽ മടക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, പക്ഷേ 1 മീറ്റർ ക്ലോത്ത് ആയതുകൊണ്ട് ഇത് ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നെറ്റ് ഞാൻ ക്രോസ് പീസ് ആക്കിയിട്ടാണ് മടക്കിയിട്ടുള്ളത്. മടക്കിയതിൻ്റെ ശേഷം കട്ട് ചെയ്ത ലൈനിങ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് പിന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നെക്കിൻ്റെ പാർട്ടിൽ 1 ഇഞ്ച് മുകൾ ഭാഗത്തേക്ക് അടയാളപ്പെടുത്തിയതിന് ശേഷമാണ് അത് കട്ട് ചെയ്യേണ്ടത്. കാരണം അവിടെ കുറച്ച് മടക്കി അടിച്ചതിന് ശേഷം ഒരു നൂലിട്ടിട്ട് വലിക്കാനുള്ളതാണ്. പിന്നെ അടിഭാഗത്ത് ഞാൻ ലേസിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്തത്. പിന്നെ ഈ 1 ഇഞ്ച് അടയാളപ്പെടുത്താൻ മറക്കരുത്. ഈ 1 ഇഞ്ച് അടയാളപ്പെടുത്തുന്നതാണ് അവിടെ ആ ഞെറി വരാനുള്ള കാരണം. അവിടെ ചിലർ അലാസ്റ്റിക് ഇടണമെന്ന് ചോദിച്ചിനി, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അലാസ്റ്റിക് ഇട്ടാൽ അതവിടെ വലിഞ്ഞ് കിടക്കലാവും. അപ്പോൾ ഇത് ചെറുതായിട്ട് ഒരു ഞെറിട്ട് പോലെ കിടക്കേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നൂലിട്ട് വലിച്ചാൽ മതി. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് ഈ ലൈനിങ് ചെറുതായിട്ടൊന്ന് മടക്കി അടിക്കുക. ഒരു 4 ഇഞ്ച് മടക്കി അടിക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഈ നെറ്റ് ഒരു 1/2 ഇഞ്ച് നമ്മൾ മടക്കി അടിച്ചതിന് ശേഷം ഈ ലൈനിങ്ങിൻ്റെ മുകളിൽ ആ അടിച്ചതിൻ്റെ തൊട്ട ബാക്കിലായിട്ട് വെക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു നൂലിട്ട് വലിക്കാനുള്ള ഗ്യാപ്പ് വരും. നൂലിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് വീതി 8 ഇഞ്ച് നീളമുള്ളൊരു പീസ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം തിരിച്ചിട്ടുകയാണ് എടുക്കുകയാണ് ചെയ്തത് ഞാൻ. പിന്നെ അത് ആ ഡ്രസ്സിൻ്റെ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ സൂചിയിട്ടിട്ട് വലിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ നൂല് അതിൻ്റെ ഉള്ളിലേക്ക് പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് എൻ്റെ എത്തുമ്പോൾ 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആം ഹോള് ഒരു പീസ് ഇട്ടിട്ട് മടക്കി അടിക്കുകയാണ് ചെയ്തത്. ഇനി പേള് തുന്നുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ആദ്യം അടിഭാഗത്തു നിന്ന് സൂചി കുത്തിയെടുത്തതിന് ശേഷം പിന്നെ പേള് തുന്നിയതിന് ശേഷം പിന്നെ ഒരു 1/2 ഇഞ്ച് അകത്തിയാണ് ഞാൻ സൂചി കുത്തിയെടുത്തത് അടുത്ത പേള് തുന്നാൻ വേണ്ടിയിട്ട്. അങ്ങനെ അടുത്ത പേള് തുന്നി അങ്ങനെ ഇത് തുടർച്ചയായിട്ട് അതിൻ്റെ എൻഡ് വരെ അങ്ങനെ ചെയ്യുക. അപ്പോൾ അവിടെ ഒരു പ്ലീറ്റ് ആക്കിയിട്ട് കിടക്കും. പിന്നെ പ്ലീറ്റ് ഒരുപോലെ വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഈ പേള് തുന്നുമ്പോൾ. പിന്നെ ഇതുപോലെ ബാക്ക് പാർട്ടും ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഞാൻ 2 പാർട്ടും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലേസ് വെച്ച് കണ്ട് അതിൻ്റെ നെക്ക് ഫുള്ളാക്കുകയാണ് ചെയ്തത്. ലേസ് ഞാൻ ഒരു വിടുത്ത് കുറഞ്ഞ ലേസാണ് വാങ്ങിയത്. അപ്പോൾ 2 ലേസ് കൂടി കൂട്ടി വെച്ചിട്ടാണ് ഞാൻ വിടുത്ത് കൂട്ടിയത്. അങ്ങനെ പിന്നെ 5 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ സ്ലീവിനുള്ള ലേസ് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തത്. പിന്നെ ബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടിഭാഗത്ത് ലേസിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ അടിഭാഗത്തെ ലേസും വെച്ചുകൊണ്ട് വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഇതുപോലെ ഡ്രസ്സുകൾ തയ്ക്കാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഡ്രസ്സ് കുറച്ച് തയ്ക്കാൻ അറിയുന്നവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യണത് നല്ലതാണ്. നല്ല ഭംഗിയാണ് ഇതിങ്ങനെ ചെയ്ത് കാണാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റ് ആക്കിയിട്ട് ചോദിച്ചാൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.